Hello, good morning all. Good morning. Good morning. ഹലോ, ഇന്ന് നമുക്കിവിടെ ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് സുനീറ ടീച്ചറാണ്. ടീച്ചർ സൈക്കോളജിക്കൽ കൗൺസിലറും കൂടിയാണ്. ടീച്ചറെ ഇൻവൈറ്റ് ചെയ്യാണ്, ഇന്നത്തെ ക്ലാസ്സിനായിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ഹലോ, Hello, good morning. ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി മാം? അതിന്റെ വീഡിയോക്ക് ചെറിയൊരു പ്രോബ്ലം കാണും. അപ്പൊ ഞാനത് ചെക്ക് ചെയ്തതായിരുന്നു. വോയിസ് കേൾക്കാവോ? കേൾക്കാം. വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വോയിസ് മതിയാവുമല്ലോ അല്ലെ? മതി മതി. മതി മതി. ഓക്കെ. എല്ലാവരും എത്തി, നമുക്ക് തുടങ്ങാല്ലേ ഇന്നത്തെ ക്ലാസ്? സ്റ്റാർട്ട് ചെയ്തോളൂ മാം. ഓക്കെ. ഞാന് ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ വിമ്പിളില് പുതിയ ആളാണ്. പുതിയ ആളല്ല, വിമ്പിളില് ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ ഇതേപോലെ ഒരു മോർണിംഗ് സർക്കിളിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോ പുതിയടക്ക് ക്ലാസ് അധികം റെക്കോർഡഡ് ക്ലാസ് ആണ് കേട്ടോണ്ടിരിക്കുന്നത്. ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ കേൾക്കാറുണ്ട്. സുനീറ എന്നാണ് പേര്, ടീച്ചറാണ്. അതേപോലെ കുറച്ച് കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു താല്പര്യമുള്ള മേഖല ആയതുകൊണ്ടാണ് ഈ ക്ലാസ്സിലേക്ക് എത്തിപ്പെട്ടത്. നമ്മുടെ സീന മിസ് പറഞ്ഞാണ് ഞാൻ ഈ ഒരു മോർണിംഗ് സർക്കിളിൽ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ടോപ്പിക് നമ്മൾ തന്നിട്ടുള്ളത് നാച്ചുറൽ അട്രാക്ഷൻ എന്നുള്ള ഒരു ടോപ്പിക്കാണ് അല്ലെ. തിയറി ഓഫ് അല്ലെങ്കിൽ ലോ ഓഫ് നാച്ചുറൽ അട്രാക്ഷൻ എന്നുള്ള ടോപ്പിക്കാണ്. എന്താണ് ഈ തിയറി ഓഫ് നാച്ചുറൽ അട്രാക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ജീവിതവുമായിട്ട് വളരെയധികം ലൈഫ് റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് ഈ നിയമങ്ങളെ, നാച്ചുറൽ ലോസിനെ നമ്മൾ കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു ചെറിയ സംസാരമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. കേൾക്കാവില്ലായിരിക്കും? കേൾക്കാം. ഓക്കെ. അപ്പൊ നമ്മള് അട്രാക്ഷൻ എന്നുള്ളൊരു വാക്കാണ് നമുക്കിവിടെ ഏറ്റവും ഫെമിലിയർ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാനുള്ളത്. അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിലും നമ്മൾ അട്രാക്ഷനെ കാണാറുണ്ട്. ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളും തമ്മിൽ ഒരു അട്രാക്ഷൻ നിലനിൽക്കുന്നുണ്ട്. പ്രപഞ്ചം തന്നെ ഒരു അട്രാക്ഷന്റെ ഫലമായിട്ടാണ് നിലനിൽക്കുന്നത്. സൗരയൂഥം പോലും അല്ലെ, സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാ വസ്തുക്കളും ഒരു അട്രാക്ഷൻ നിലവിലുള്ളത് കൊണ്ടാണ് ഒരു നിശ്ചിത ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ തന്നെയും ഈ ഒരു വലിയൊരു അട്രാക്ഷന്റെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത്.
ഈ അട്രാക്ഷൻ ഇല്ലെങ്കിൽ മനുഷ്യനില്ല എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യനില്ല. ഈ അട്രാക്ഷൻ ഇല്ലെങ്കിൽ മനുഷ്യനില്ല എന്ന് പറയാനുള്ള കാരണം ഓരോ കുടുംബവും ഓരോ വ്യക്തിയും ഓരോ ജോലിസ്ഥലവും ഒക്കെ വ്യക്തികൾ തമ്മിലാണെങ്കിലും സ്ഥാപനങ്ങൾ തമ്മിലാണെങ്കിലും ഒക്കെ ഒരു അട്രാക്ഷന്റെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ വ്യക്തികളുടെ ആകർഷണം അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള ആകർഷണം എന്ന് പറയുന്നത് ഒരു വലിയൊരു ആകർഷണ വലയമാണ്. ഈ ആകർഷണ വലയത്തില് സാധാരണയുള്ള അഭൗതിക വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായി വ്യക്തികൾ തമ്മിലുള്ള ആകർഷണത്തിന് മറ്റു ചില പ്രത്യേകതകളുണ്ട്. അപ്പം സാധാരണ ഭൂമിയും ചന്ദ്രനും ഭൂമിയും ഈവൻ ഒരു കല്ല് പോലും ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ഭൂമി അതിനെ ആകർഷിക്കുന്നത് കൊണ്ടാണ് അതൊരു സ്റ്റേറ്റിക് ആയ സ്റ്റേജിൽ നിലനിൽക്കുന്നത്, അല്ലെ? നമുക്കിപ്പോ ഏതെങ്കിലും ഒരു പദാർത്ഥം എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ആ പദാർത്ഥത്തിന്റെ ഉള്ളില് തന്മാത്രകളുണ്ട്, ആറ്റങ്ങളുണ്ട്, ഇനി ഇലക്ട്രോണുകളുണ്ട്, ന്യൂക്ലിയസിനകത്ത് വെച്ചിട്ട് ഇലക്ട്രോണുകൾ, ഇതൊക്കെ ഒരു നിശ്ചിത രീതിയിൽ നിലനിൽക്കുന്നത് ആ ഒരു ആകർഷണം കൊണ്ടാണ്. ആ ആകർഷണം ഇല്ലാതാവുന്ന സമയത്ത് ഇതൊക്കെ വേറിട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. ഒരു വെള്ളമാണെങ്കിലും അല്ലെങ്കിൽ ഒരു ദ്രാവകമാണെങ്കിലും ഒരു ഖരാവസ്ഥയിലുള്ള വസ്തുവാണെങ്കിലും വാതകാവസ്ഥയിലുള്ള വസ്തുവാണെങ്കിലും അതിൻ്റെ ഉള്ളിലൊരു നാച്ചുറൽ ലോ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു നാച്ചുറൽ ആയിട്ടൊരു ആകർഷണ നിയമമുണ്ട്. ആ ആകർഷണ നിയമത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് ഇവ തമ്മിലുള്ള ആകർഷണത്തിലും ബോണ്ടിലും അതിന്റെ സ്വഭാവത്തിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കല്ലിലുള്ള ഒരു സ്റ്റേറ്റിക് ആയ ഒരു ഖരാവസ്ഥയിലുള്ള വസ്തുവിലുള്ള ഒരു ബോണ്ടല്ല, ഒരു അട്രാക്ഷൻ അല്ല ഒരു ദ്രാവകത്തിലെ തന്മാത്രകൾക്കുള്ളത്. ഈ ദ്രാവകത്തിലെ തന്മാത്രകൾക്കുള്ള ഒരു ബോണ്ടല്ല ഒരു വാതകാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ തന്മാത്രകൾക്കുള്ളത്. അതിനനുസരിച്ച് ഇവർ തമ്മിലുള്ള അട്രാക്ഷനും അതിന്റെ സ്വഭാവവും ഒക്കെ വ്യത്യാസപ്പെടുന്നുണ്ട്. ഇപ്പോൾ കല്ലിന് ഒരു നിശ്ചിത രൂപം കൊടുക്കുന്നത് അതിന്റെ ഒരു അട്രാക്ഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയതുകൊണ്ടാണ്. ഇനി അതേസമയം വെള്ളത്തിന് അതിലെ തന്മാത്രകൾ തമ്മിലുള്ള അകലും അട്രാക്ഷനും കുറച്ച് കുറവായതുകൊണ്ട് വെള്ളത്തിന് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക്, ഇഷ്ടമുള്ള പാത്രത്തിലേക്ക്, ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്ക് അത് മാറിക്കൊണ്ടേയിരിക്കും. ആ ഒരു മാറ്റത്തിന് കാരണം എന്ന് പറയുന്നത് അതിലെ തന്മാത്രകളുടെ ബോണ്ടിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് എന്നുള്ള കാര്യം നമുക്കൊരു നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെ? നാച്ചുറൽ ബോണ്ടിങ് ആണ്. ഈ അട്രാക്ഷൻ മനുഷ്യൻ എന്ന് പറയുന്നതും ഓൾറെഡി ഒരു സ്റ്റേറ്റിക് ആയ ഒരു സ്ഥായിയായി നിലനിൽക്കുന്ന ഒരു ജീവിയാണ്. മനുഷ്യനെ നമുക്ക് ഒരു ഖരാവസ്ഥയിലുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഖരാവസ്ഥയിലുള്ള ഒരു വസ്തുവാണ് മനുഷ്യൻ. അതായത് മനുഷ്യന്റെ ഹ്യൂമൻ ബോഡി മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സാധനങ്ങളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മനുഷ്യന്റെ ഒരു പ്രത്യേകത, ഈ അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യൻ ഈ ഭൗതിക ശരീരത്തിന്റെ അട്രാക്ഷൻ മാത്രമല്ല, മനുഷ്യന് എനർജിയുടെ തലം കൂടെയുണ്ട്. നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു എനർജിയുടെ തലം കൂടെ ഹ്യൂമൻ ബോഡിയിലേക്കുണ്ട്. ഇതാണ് മനുഷ്യന്റെ ശരിയായ ആകർഷണം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഭൗതികമായ ആകർഷണം എന്ന് പറയുമ്പോൾ മനുഷ്യൻ ജനിക്കുന്നു, അതായത് ഉണ്ടാകുന്നു, വളരുന്നു, മരിക്കുന്നു, അല്ലെ? ഈ ഒരു തലം, അതായത് ഏതൊരു വസ്തുവിനെ പോലെയും മനുഷ്യന്റെ ഒരു ആകർഷണം, ഭൂമിയോട് മനുഷ്യനൊരു ആകർഷണം ഉണ്ട്. മണ്ണിൽ നിന്നുണ്ടാവുന്നു അല്ലെങ്കിൽ മണ്ണിലേക്ക് ചേരുന്നു. ആ ഒരു ആകർഷണം മാത്രമേ മനുഷ്യന്റെ ഹ്യൂമൻ ബോഡിക്കുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പക്ഷെ ഈ ഒരു ആകർഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇനി മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്പിരിച്വൽ തലം അല്ലെങ്കിൽ ഒരു മാനസിക തലം, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. സ്പിരിച്വൽ അല്ലെങ്കിൽ മാനസിക തലം എന്നോ പറയാം. ഈ മാനസിക തലത്തിന്റെ ആകർഷണമാണ് മനുഷ്യന്റെ ഒരു ശരീരത്തിന്റെ ആഗ്രഹത്തെക്കാളും ആകർഷണത്തെക്കാളും വലുതായിട്ട് നിൽക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമുക്കിവിടെ അതാണ് മനുഷ്യനെ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്ന ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോ ഈ ആകർഷണം, നാച്ചുറൽ അട്രാക്ഷൻ എന്നുള്ള കാര്യം എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കുന്നത് അട്രാക്ഷന്റെ ഫലമായാണ്. അതിന് പുറമെ മനുഷ്യന്റെ ആകർഷണ ബലത്തിന് 2 തലങ്ങളാണുള്ളത്. ഒന്ന് എല്ലാവരുടെ ഒരു കല്ലിനെ പോലെ, അല്ല ഒരു ചെടിയെ പോലെ, ഒരു മരത്തിനെ പോലെ, ഒരു വെള്ളത്തിനെ പോലെ മനുഷ്യനും ഒരു ആകർഷണം ഭൂമിയോടുണ്ട്, പ്രകൃതിയോടുണ്ട്. ഇതിന് പുറമെ മനുഷ്യനുണ്ടാവുന്ന
മറ്റൊരു തലമാണ് മാനസികമായ ആകർഷണം. ആ മാനസികമായ ആകർഷണം എന്നുള്ള ഭാഗത്തേക്കാണ് നമ്മൾ ഒന്ന് കടന്ന് കയറി കുറച്ച് കാര്യങ്ങൾ, ജീവഗന്ധിയായ കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാനുള്ളത്. ഇന്നത്തെ സംസാരത്തിൽ ആ ഒരു ചിന്തയാണ് ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് മനുഷ്യന്റെ മാനസികമായ അട്രാക്ഷൻ അല്ലെങ്കിൽ സ്പിരിച്വൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്? അതും ഒരു നാച്ചുറൽ പ്രോസസ് ആയിട്ട് നടക്കേണ്ടതാണ്. നാച്ചുറൽ പ്രോസസ് ആയിട്ടാണ് മനുഷ്യന്റെ മാനസികമായ മെന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മാനസിക തലത്തിലുള്ള ആഗ്രഹവും നടക്കേണ്ടത്. ഇവിടെ നമുക്ക് ആകർഷണം എന്ന വാക്കിനെ ആഗ്രഹം എന്ന ഒരു ടേമിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും, അല്ലെ? ആഗ്രഹം, ഒരു വസ്തുവിനോട് നമുക്കുള്ള ആകർഷണം. ഇപ്പൊ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം. ഈ വെള്ളം വേണം എന്നുള്ളത് എൻ്റെ വെള്ളത്തിനോടുള്ള ആഗ്രഹമാണ്. അപ്പൊ വെള്ളത്തിനോടുള്ള ആഗ്രഹത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? വെള്ളത്തിനോടുള്ള ഒരു ആകർഷണം. ഞാൻ ആ വെള്ളവുമായി അട്രാക്റ്റ് ആയി അല്ലെങ്കിൽ ആകർഷിക്കപ്പെട്ടു. അതുകൊണ്ടാണ് എനിക്ക് ആ വെള്ളം വേണം എന്നുള്ള മാനസികമായ തലം വരുന്നത്. അപ്പൊ ഞാൻ വളരെ പെട്ടെന്ന് വെള്ളം വേണം എന്നുള്ള കാര്യം എൻ്റെ ഭൗതികമായ മണ്ഡലത്തിൽ ചിന്തയിൽ വന്നു, ആഗ്രഹം വന്നു. ഈ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നു, അല്ലെ? ഈ ഒരു വളരെ സിമ്പിളായി നടക്കുന്ന പ്രോസസ്സ് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. പക്ഷേ ചില ആളുകൾക്ക് ഈ വെള്ളം വേണം എന്നുള്ള മനുഷ്യന്റെ വെള്ളത്തിനോടുള്ള ആഗ്രഹത്തെ നിറവേറ്റാൻ കഴിയാത്ത ഒരുപാട് പേര് ഉണ്ട്. അപ്പോഴാണ് അതൊരു പ്രോബ്ലം ആയിട്ട് അല്ലെങ്കിൽ അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് ആവശ്യമുള്ള ഒരു പ്രവർത്തനമായിട്ട് മാറുന്നത്. വെള്ളം വേണം എന്ന എൻ്റെ ആഗ്രഹത്തെ ഞാൻ വെള്ളം കുടിക്കുന്നതിലൂടെ എൻ്റെ മാനിഫെസ്റ്റേഷൻ അവിടെ കംപ്ലീറ്റ് ആയി. പക്ഷേ വെള്ളം വേണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ട്. ഒരു ഉദാഹരണമായിട്ട് ഒരു ചെറിയ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കരയാന്ന് മാത്രമേ വെള്ളം വേണം വെള്ളം വേണം, വെള്ളം എന്താണെന്നോ അതെങ്ങനെ കുടിക്കണമെന്നോ ഒന്നും കുട്ടിക്ക് അറിയുന്നില്ല. അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ്. അപ്പൊ വെള്ളം, അതിന് കുട്ടിക്ക് വേറെ ആരുടെയെങ്കിലും സഹായം ആവശ്യമുണ്ട്, അല്ലെ? വെള്ളം കുടിക്കണമെങ്കിൽ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ, ദാഹം മാറണമെങ്കിൽ കുട്ടിക്ക് അവിടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എത്തണമെങ്കിൽ കുട്ടിക്ക് മറ്റുള്ളവരുടെ ആവശ്യം അല്ലെങ്കിൽ സഹായം ആവശ്യമുണ്ട്. അതേപോലെ ഈ പരസഹായം തന്നെയാണ് ഒരു വൈകല്യമുള്ള ഒരാളാണ് അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരാളാണ്, അയാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം അത് ടാസ്ക് ആണ്. അത് അയാൾക്ക് ആ വെള്ളത്തിനോട് ആകർഷണീയത തോന്നിയാലും അയാളെ സംബന്ധിച്ചിടത്തോളം ആ വെള്ളം കിട്ടുക എന്ന് പറയുന്നത് ഒരു 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 ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ ഒരു പരസഹായം ആവശ്യമുള്ള പ്രവർത്തനമാണ്. അപ്പോഴാണ് ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തേണ്ടത്. അയാൾക്ക് വെള്ളം കുടിക്കാൻ ഒരു പരസഹായം ആവശ്യമായി അയാൾ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മളെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു ആഗ്രഹം അല്ലെങ്കിൽ വെള്ളത്തിനോടുണ്ടായ ആഗ്രഹം വളരെ സിമ്പിളായി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. പക്ഷെ ഇതേ കാര്യം മറ്റുള്ള ആളുകൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോ നമ്മൾ ചെയ്യുന്ന വളരെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം എന്ന ഒരു ചിന്തയിലേക്കാണ് ഈ ഒരു ആകർഷണത്തിന്റെ പ്രാപ്യവും അപ്രാപ്യവുമായ രീതികൾ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അപ്പോ ഇതനുസരിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് മൈക്രോ ലെവലുള്ള അറിവിനാണ് വളരെയധികം പ്രാധാന്യമുള്ളത്. മൈക്രോ ലെവലുള്ള അറിവുകൾ അല്ലെങ്കിൽ മൈക്രോ ലെവലുകളിലുള്ള മാനിഫെസ്റ്റേഷൻ ആണ് ആദ്യമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ മൈക്രോ ലെവൽ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ 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 കാര്യങ്ങൾ. ഉദാഹരണം, എനിക്ക് നമുക്ക് നടക്കാൻ പറ്റുക എന്ന് പറയുന്നത് നടക്കണം എന്ന് പറയുന്നത് നടക്കാനുള്ള ഒരു ആകർഷണത്തിന്റെ ഭാഗമാണ്, അല്ലെ? നടക്കണം എന്നുള്ളത് ആകർഷണത്തിന് നമുക്കിവിടെ ആഗ്രഹം എന്ന് പറയാം. ഈ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ഞാൻ എഴുന്നേൽക്കുന്നു, നടക്കുന്നു. വളരെ സിമ്പിളായ പ്രോസസ്സാണ്. പക്ഷെ ഈ ആഗ്രഹം പൂർത്തിയാവാതെ നിൽക്കുന്ന ആളുകളുടെ മാനസിക തലം ആണ് നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഈ നടക്കുക എന്നുള്ള ആവശ്യം വളരെ പ്രയാസപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം
നടത്തം എന്ന് പറയുന്നത് അവർക്കൊരു ആഗ്രഹം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ആകർഷണം മാത്രമാണ്. ഈ ആകർഷണം നിറവേറ്റണമെങ്കിൽ അവർക്ക് മറ്റുള്ള ഒരുപാട് സഹായം ആവശ്യമുണ്ട്. ഈ സഹായം ആവശ്യമുണ്ടാവുമ്പോൾ നമുക്ക് അവര് ചെയ്യുന്ന ഈ ഒരു നടത്തം എന്നുള്ള പ്രോസസ്സിന് അവരെപ്പോഴും ദൈവത്തോടാണെങ്കിൽ ഏതെങ്കിലും ശക്തിയോടാണെങ്കിൽ ശക്തിയോട് കടപ്പെട്ടവരായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഇവര് മാത്രമല്ല, സാധാരണക്കാരായ ജനങ്ങൾ, അതായത് നമ്മൾ വളരെ സിമ്പിളായി ചെയ്ത നമുക്കും എന്ത് വേണം? ഗ്രാറ്റിറ്റ്യൂഡ് വേണം. ഈ ആകർഷണം പൂർത്തിയാക്കാൻ നമുക്ക് വളരെ എളുപ്പം സാധിച്ചു. ഈ സാധിച്ചത് ഒരു നാച്ചുറൽ ലോയുടെ ഫലമായിട്ടാണ്. നാച്ചുറൽ ആയിട്ട് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പൊ എല്ലാ നാച്ചുറൽ പ്രോസസ്സും നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ആവശ്യമുള്ള പ്രവർത്തനങ്ങളാണ് എന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്, നമുക്ക് ഒരു തിരിച്ചറിവ് നമുക്ക് ഇവിടെ ഉണ്ടാവണം. ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ ഫോം ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് സെൽഫ് ലവ് എന്ന ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. കാരണം എനിക്ക് നടക്കാൻ കഴിയുന്നുണ്ട്, എനിക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ട്, എനിക്ക് വെള്ളം കുടിക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ള വളരെ ചെറിയ 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 കാര്യങ്ങൾ, ചെറിയ മൈക്രോ ലെവലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയുമ്പോൾ നമുക്ക് അതിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഈ ഗ്രാറ്റിറ്റ്യൂഡിന് നമുക്കൊരു സെൽഫ് ലവ് ഉണ്ടാവും. ഈ സെൽഫ് ലവ് നിലനിർത്തുന്നിടത്തോളം കാലം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളായിരിക്കും. നമ്മൾ അറിയാതെ പഠിച്ച കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? അറിയാതെ പഠിച്ച ഇത്തരം കാര്യം, നടക്കാൻ പഠിച്ചു, വായിക്കാൻ പഠിച്ചു, സംസാരിക്കാൻ പഠിച്ചു, ഇങ്ങനെ അറിയാതെ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തോ ഒരു കാര്യത്തോടുള്ള ആകർഷണത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളത്. ഈ ആകർഷണം പൂർത്തിയാക്കാൻ നമ്മളെ സഹായിച്ചിട്ടത് നാച്ചുറൽ പ്രോസസ്സാണ്. ഈ നാച്ചുറൽ പ്രോസസ്സിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് നമുക്ക് നാച്ചുറൽ ലോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നടക്കുന്നത്. നാച്ചുറൽ ലോസിന്റെ ഫലമായിട്ട് നമ്മൾ ചെയ്യുന്ന മൈക്രോ ലെവലുള്ള ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് മാനിഫെസ്റ്റേഷൻ തരുന്നുണ്ട്. ഇതിന് എഫേർട്ട് എടുക്കുന്ന ആളുകളും ഉണ്ട് അല്ലെ? ചിലപ്പോൾ നമ്മൾ മൈക്രോ ലെവലിൽ നമ്മൾ നാച്ചുറൽ ആയിട്ട് ചെയ്തു വരേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിലപ്പോൾ വലിയ എഫേർട്ടുകൾ എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാതെ ചില ആളുകൾ എഫേർട്ട് എടുക്കും. അത് മിക്കവാറും പരാജയത്തിലേക്കായിരിക്കും കൊണ്ടുപോവാ. ഈ പരാജയത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ നമ്മള് ഇപ്പം കണ്ടിട്ടുണ്ടാവും, ചില നാച്ചുറൽ ആയിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ കഴിവുള്ള ആളുകളായിരിക്കും. ഇവരെ ഒരു മൈൻഡിൽ ഇന്നേറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു അതിന് വേണ്ട കഴിവുകളെല്ലാം ഉള്ള ഒരാൾ ചിലപ്പോൾ അത് അവിടെ ഇട്ടിട്ട് ഇത് പോരാന്നുള്ള രീതിയിൽ MBA അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് വരുന്ന സമയത്തേക്ക് അയാൾക്ക് ചിലപ്പോൾ അത് നേരത്തെ അയാൾക്ക് നാച്ചുറലായി നടന്ന പ്രോസസ്സിന്റെ അത്രയും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി കഴിയൂല. പക്ഷെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ വളരെ നാച്ചുറലായി എടുക്കുകയും നാച്ചുറൽ മാനിഫെസ്റ്റേഷന് അല്ലെങ്കിൽ നാച്ചുറൽ ലോസ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മുഴുവൻ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ എല്ലാ നാച്ചുറൽ പ്രോസസ്സിനും ഒരു ബാലൻസ് ഉണ്ട്, ഒരു റിതം ഉണ്ട്, അതായത് നാച്ചുറൽ ഫ്ലോ ആണ്. ഈ ഫ്ലോ ഏത് രീതിയിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് കിട്ടുന്ന മാനിഫെസ്റ്റേഷൻ. അപ്പൊ ഓരോ കാര്യവും ഇപ്പൊ ഒരു അസുഖം വരികയാണെങ്കിൽ പോലും പറയുന്നത്, സയൻസ് ആണെങ്കിലും പറയുന്നത്, നമുക്കൊരു അസുഖം വരികയാണെങ്കിൽ അതൊരു നാച്ചുറൽ പ്രോസസ്സ് നമ്മളെ ബോഡി നടത്തുന്നുണ്ട്. ആ ഒരു അസുഖത്തിനെ പ്രതിരോധിക്കാനുള്ള ഒരു നാച്ചുറൽ പ്രോസസ്സ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ 1-2 വർഷങ്ങൾക്ക് മുമ്പേ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കണ്ടീഷൻസ് അല്ലെങ്കിൽ ഒരു പഠനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു നാച്ചുറൽ മാനിഫെസ്റ്റേഷനിലേക്ക് എത്തുക, നാച്ചുറൽ ലോസ് നേടിയെടുക്കാൻ, ആകർഷണം നേടിയെടുക്കാൻ നാച്ചുറൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കണം. ഈ നാച്ചുറൽ ആയ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഓവർ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഓവർ എഫേർട്ട് എടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ മൈക്രോ ലെവൽ പ്രോസസ്സിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള മൈക്രോ ലെവൽ പ്രോസസ്സിങ് നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ ചെറിയ കാര്യവും എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈവൻ നമ്മളൊന്ന് ഒരു എന്താ പറയാ, ഞാനൊന്ന് ഈ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കണം എന്ന് വിചാരിക്കുമ്പോ എന്റെ ചിന്ത ഞാനത് ചെയ്തു അല്ലെ? ഞാൻ ചിന്തിച്ചു, ഞാൻ ചെയ്തു, അത്രേ അതിൽ നടക്കുന്നുള്ളൂ. പക്ഷെ എനിക്ക് നടക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ എന്റെ നടത്തം എന്നുള്ള പ്രക്രിയയോട് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ആകർഷണമാണ്.
ഈ ആകർഷണം ഞാൻ പൂർത്തിയാക്കി, മാനിഫെസ്റ്റേഷൻ സംഭവിച്ചു. പക്ഷേ ഈ ആകർഷണം എന്നുള്ള പ്രോസസ്സ്, നടത്തത്തിനോടുള്ള ആകർഷണം, അട്രാക്ഷൻ വന്നിട്ട് നാച്ചുറൽ പ്രോസസ് ആയിട്ട് അത് നടക്കാൻ കഴിയാത്ത ആളുകൾ ആണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊരു വളരെ എന്താ പറയാ, കോംപ്ലിക്കേറ്റഡ് ആയ പ്രോസസ് ആണ് നടത്തം. ആ ഒരു രീതിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ നടത്തത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ട് മാറുന്നത്. അപ്പോൾ ഈവൻ നമ്മുടെ സ്വഭാവത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ദൈനംദിന ജീവിതത്തിലും വളരെ ചെറിയ 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 കാര്യങ്ങൾക്ക് പോലും നമ്മൾ അതിന്റെ പിന്നിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ചെയ്യാനുള്ളത്, ആ ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നാച്ചുറൽ ലോസ് എന്താന്ന് മനസ്സിലാക്കുന്നു. നാച്ചുറൽ ലോസ് നമുക്ക് എത്രത്തോളം ആകർഷണീയമായി, ഈ ആകർഷണീയത ഉള്ളത് കൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ആ ഒരു അറിവ് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാക്കും. ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ ഏത് തരത്തിലേക്ക് നയിക്കും, നമുക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തരും. ഈ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും നമ്മളെ സെൽഫ് ലവിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ നമുക്ക് എഴുതാനറിയാം, പാടാനറിയാം, വായിക്കാനറിയാം, ഇതൊക്കെ ഒരു അട്രാക്ഷന്റെ ഫലമായിട്ടാണ് നടക്കുന്നത് എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ ആണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പങ്കുവെക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചത്. എത്രത്തോളം മനസ്സിലായി, ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് എല്ലാ പ്രകൃതി നിയമങ്ങളും പോലെ മനുഷ്യനും പ്രകൃതി നിയമങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യന് മറ്റ് ജീവജാലങ്ങളിൽ നിന്നും മറ്റുള്ള അഭൗതിക വസ്തുക്കളിൽ നിന്നും വ്യത്യാസമായിട്ട് മനുഷ്യനുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, മനുഷ്യന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് മൈൻഡ് സെറ്റും കൂടിയാണ്, മാനസികമായൊരു തലവും കൂടിയാണ്. ഈ മാനസികമായ തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കുന്നതിന് വേണ്ടി നമുക്ക് വ്യത്യസ്ത വസ്തുക്കളോട് ആകർഷണം തോന്നാറുണ്ട്. ഈ ആകർഷണം പൂർത്തിയാക്കുന്നത് നമ്മൾ ഒന്നും പറഞ്ഞിട്ടല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടല്ല, വളരെ എളുപ്പത്തിലാണ്. ഈ എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. ഇത് വലിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഇത് ഓൾറെഡി ശരിയാണ്. ഇപ്പൊ സൂര്യനും ചന്ദ്രനും ഭൂമിയും കറങ്ങുന്നത് ഒരു ആകർഷണ വലയത്തിന്റെ ഉള്ളിലാണ്. ഈ ആകർഷണ വലയത്തിന്റെ ഉള്ളിൽ നിന്ന് ഭൂമിക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ സൂര്യനോടുള്ള ആകർഷണം നഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കുക നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും അപകടകരമാണ്, ഇല്ലേ? അപ്പൊ അതുപോലെ മനുഷ്യനും ഇപ്പൊ നമ്മൾ ഈവൻ ഒരു കുടുംബത്തിലുള്ള അംഗങ്ങൾ തമ്മിലും ഒരു ബോണ്ട് ഉണ്ടാവും, ആകർഷണം. ഈ ആകർഷണം നഷ്ടപ്പെടുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ഈ ആകർഷണം ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ, മക്കളും അമ്മയും തമ്മിൽ, അച്ഛനും മക്കളും തമ്മിലും ഒക്കെ ഉള്ള ഒരു നാച്ചുറൽ ആയിട്ട് തന്നെ ഉണ്ടായി വരുന്ന ഒരു ആകർഷണം ഉണ്ട്, ഒരു അട്രാക്ഷൻ ഉണ്ട്. ഈ അട്രാക്ഷൻ ഇല്ലാതാവുമ്പോഴാണ് അവിടെ പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു നാച്ചുറൽ അട്രാക്ഷൻ എന്നുള്ള ഒരു കാര്യം ഹ്യൂമൻ ബീങ്സിന്റെ മാത്രമല്ല, പ്രകൃതിയുടെ മുഴുവനും ചലനത്തിന്റെ ഏറ്റവും ബേസിക് ആയ കാര്യമാണ്. ഈ നാച്ചുറൽ അട്രാക്ഷൻ അല്ലെങ്കിൽ നാച്ചുറൽ അട്രാക്ഷന് തടസ്സങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഏത് മേഖലയിലാണെങ്കിലും അവിടെ പ്രോബ്ലം ഉണ്ടാവും. ഈ പ്രോബ്ലം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കേണ്ടി വരും, വലിയ വലിയ എഫേർട്ട് എടുക്കേണ്ടി വരും. നമ്മളൊരു കൈ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കുക എന്നുള്ള ഒരു അട്രാക്ഷൻ, വെള്ളത്തിനോടുള്ള അട്രാക്ഷൻ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാതെ വരും, അല്ലെ? കാല് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നടക്കുക എന്നുള്ള അട്രാക്ഷൻ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ അട്രാക്ഷൻ പൂർത്തിയാക്കുമ്പോൾ നമ്മൾ മൈക്രോ ലെവൽ ആയിട്ടുള്ള കാര്യങ്ങളെ പോലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് വീക്ഷിക്കണം. ഓരോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും അതിൻ്റെ ഉള്ളിൽ ഒരു വലിയ പ്രോസസ്സ് ഉണ്ടെന്നും അത് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ട പ്രവൃത്തിയാണ് ഞാൻ ചെയ്തതെന്നും എനിക്ക് ഇന്നതൊക്കെ ചെയ്യാൻ കഴിഞ്ഞല്ലോ, അപ്പൊ നല്ലൊരു സന്തോഷം ഉണ്ടാവും നമ്മുടെ മനസ്സിൽ. എനിക്കിതൊക്കെ ചെയ്യാൻ കഴിഞ്ഞല്ലോ, എനിക്ക് നടക്കാൻ കഴിഞ്ഞല്ലോ, എനിക്ക് കുടിക്കാൻ കഴിഞ്ഞല്ലോ, എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞല്ലോ, ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യും. ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ സ്വയം സ്നേഹിക്കാൻ അല്ലെങ്കിൽ സ്വയം തിരിച്ചറിയാൻ പഠിപ്പിക്കും. ഈ തിരിച്ചറിവ് നമ്മളെ പരിസരത്തുള്ളവരെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവരെ തിരിച്ചറിയാൻ സഹായിക്കും.
ചുറ്റുപാടിനോടുള്ള തിരിച്ചറിവ് നമുക്ക് സമൂഹത്തോടുള്ള തിരിച്ചറിവിലേക്ക് എത്തിക്കും. ഇങ്ങനെ വളരെ ഒരു ഹാപ്പിയായ മൂഡിലേക്ക് എത്താൻ വേണ്ടി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ അട്രാക്ഷൻ നമുക്ക് ആവശ്യമാണ്. അട്രാക്ഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സകല ജീവജാലങ്ങളോടും സകല പ്രവർത്തികളോടും നമ്മളോട് ലൈഫ് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ആകർഷിക്കപ്പെട്ട് ചെയ്യുന്നതാണ്. ഈ ആകർഷിക്കപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ നമ്മൾ ആരും പറയാതെ, നമുക്ക് ആരും ചെയ്യാതെ ദൈവം തന്നിട്ടുള്ള ഒരു അനുഗ്രഹം എന്ന് പറയാം, ആ രീതിയിലുള്ളതാണ്. അപ്പൊ ഇതിന് എഫേർട്ട് എടുക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. എഫേർട്ട് എടുക്കുന്ന ആളുകളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും. ഇതാണ് വളരെ പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ വലിയൊരു ഡെപ്തിലുള്ള ഒരു ഏരിയ ആണ്. ഈ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ നമ്മൾ വളർത്താൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനെ ഉയർത്താൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഒരുപാട് പറയാനും സംസാരിക്കാനുള്ള ടോപ്പിക്കുകളാണ്. പക്ഷെ നമ്മൾ ചെറിയൊരു അരമണിക്കൂർ ടോക്കിൽ പിന്നെ നമുക്ക് ഇത്ര ഒരു എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ, എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയുക, ഏതൊക്കെ രീതിയിലാണ് ഈ അട്രാക്ഷൻ നമ്മൾ നേടിയെടുക്കുന്നത് എന്നുള്ള കാര്യം. ഇവിടെ നമ്മൾ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നുള്ള ഹ്യൂമൻ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിതിനെ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഫിസിക്കലായിട്ടും മാനസികമായിട്ടും ഫിറ്റ് ആക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ ഫിസിക്കലും മാനസികവുമായ ഫിറ്റ്നസ് മനുഷ്യനെ ഹെൽത്തി ലൈഫിലേക്ക് എത്തിക്കുന്നുള്ള കാര്യം. ഇങ്ങനെ ഹെൽത്തി ലൈഫിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് നമ്മളെ തിരിച്ചറിയാനും നമ്മളെ മാറ്റാനും നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കാനും നമ്മളിതിനെ പഠിക്കും എന്നുള്ള ഒരു കാര്യമാണ് നമുക്കിവിടെ ഒന്ന് പറയാനുള്ളത്. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുമോ, മനസ്സിലായോ എന്നുള്ള കാര്യം? ഹലോ, ഓക്കെയാണ് മാം. ആണോ? ഞാന് ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ക്ലാസ് പറയുന്നത്. അപ്പൊ ഈ ഒരു എത്രത്തോളം ആശയം നിങ്ങളിലേക്ക് എത്തി എന്നുള്ള കാര്യം. അതെ ഓക്കെയാണ്. ഇപ്പോ ഓക്കെ ഇന്നലെ ഓക്കെ. നമ്മുടെ സീന മാമിന്റെ ഏകദേശം ഒരു സെൽഫ് ലവും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ടോപ്പിക് തന്നെയായിരുന്നു. ഏതായാലും മാം അത് അടിപൊളിയായിട്ട് എടുത്തു. ഈ ഒരു ടോപ്പിന്റെ തുടക്കം ഏകദേശം എനിക്ക് മനസ്സിലായി. ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നാം ഉള്ളില് ക്യാരി ചെയ്യുന്ന എനർജിയാണ് പുറത്തേക്ക് നമുക്ക് പല എക്സ്പീരിയൻസ് ആയിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോ നമ്മുടെ ഉള്ളിൽ ആറ്റിറ്റ്യൂഡ്, തോട്ട്സ്, ഇമോഷൻസ് ഒക്കെ അത് വൈബ്രേഷൻ ഉള്ള നമുക്കൊരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഈ ഫീലിങ്സ് എനിക്കിപ്പോ സന്തോഷമുള്ള ഫീലിങ്സ് തോന്നുകയാണെങ്കിൽ അതേപോലെ ആളുകളിലേക്കായിരിക്കും എന്റെ അട്രാക്ഷൻ പോവുക. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നെഗറ്റീവ് ഒരു ദേഷ്യമുള്ള ഒരു ആംഗ്രി ചൈൽഡും ആംഗ്രി പാരന്റും, അപ്പൊ ആ കുട്ടിയുടെ അതേ ചിലപ്പോൾ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും അതേപോലെയാവും. അതേ സമയത്ത് അമ്മക്ക് കുറച്ച് ആള് ഓക്കെയാണ്, കുട്ടി ഈ കുറച്ചൊരു ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള പിന്നെ എൻവിറോൺമെന്റുമായിട്ട് മാറ്റി വന്നിട്ടുള്ളതാണ്. അങ്ങനെങ്കിൽ അവിടെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരേ പാറ്റേണിൽ പോകുമ്പോൾ ആ അട്രാക്ഷൻ ഈ പറഞ്ഞോളം കിട്ടിക്കൊള്ളണമെന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതിന്റെ അപ്പുറം നമ്മളൊരു സൈക്കോളജിക്കലി ലിങ്ക് ചെയ്യുമ്പോൾ ഒരുപാട് തോട്ട്, ഇമോഷൻ പ്ലസ് ബിഹേവിയർ പ്ലസ് റെസ്പോൺസ് അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകും. എനിവേ ഏതായാലും ഒരു ടീച്ചർ ആണ് എന്നുള്ളത് പൂർണ്ണമായിട്ട് ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഞാൻ അതിനാണ് നിങ്ങൾ ആ മാമിന്റെ ആ ഫ്ലോ ആണ് ക്ലാസ് എടുക്കുന്നത് പോലെ, ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്നത് പോലെ എനിക്ക് തോന്നി. വളരെ എനർജി ഉണ്ടായിരുന്നു. വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. നല്ലൊരു ടോപ്പിക് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. എനിവേ താങ്ക് യു, കൺഗ്രാജുലേഷൻ. സാർ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. നമ്മൾ ഈ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ അട്രാക്ഷൻ ആയിരിക്കൂല വേറൊരാൾക്ക് ഉണ്ടാവുന്ന അട്രാക്ഷൻ ചില കാര്യങ്ങളോട്, അല്ലെ? അപ്പൊ ആ അട്രാക്ഷനോട് നമ്മുടെ ഒരു ഫീല് എങ്ങനെയാണ്, നമ്മളെ മാനസിക തലം, നമ്മൾ യോജിക്കാത്തൊരു അട്രാക്ഷൻ നമ്മളെ കൂടെ ഉള്ള ഒരാൾക്ക് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അതിനോട് ഏത് രൂപത്തിലാണ് പ്രതികരിക്കേണ്ടി വരിക? അത് നമ്മള് മുമ്പ് ഞാനൊരു പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. നാം എങ്ങനെ ഒരു ലോകത്തോട് നിൽക്കുന്നു, അല്ലെങ്കിൽ അതേപോലെ ആ ലോകം നമ്മളോടും അതേപോലെ പെരുമാറും എന്നുള്ളതാണ്, അല്ലെ അതേപോലെ നമ്മളോട് നിൽക്കും എന്നുള്ളതാണ്. അപ്പോ നമുക്കൊരു ഇമോഷൻ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, നമുക്ക് ഒരാളോട് അതേ ഇമോഷനും ചിന്തയും വന്നു കഴിഞ്ഞാൽ അതേപോലെ അയാൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. നമുക്ക് പൂർണ്ണമായിട്ട് പെർഫെക്റ്റ് ആവാൻ കഴിയില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മുടെ പോലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ ഉള്ള ഒരാളിലേക്ക് നമ്മൾ ഒരു 70% ഒരു ഈ ലോ അട്രാക്ഷൻ വെച്ച് പോവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഒരു വീട്ടിൽ തന്നെ ഒരു ഫാമിലിയിലേക്ക് ലൈഫിൽ തന്നെ നോക്കുകയാണ്, ഭാര്യയും ഭർത്താവിനും കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. എങ്കിൽ പോലും
അവർ നിർണായക ഏതെങ്കിലും സാഹചര്യങ്ങളിൽ അവർ ഒന്നിക്കും. വീട്ടിൽ ചെന്ന് പ്രശ്നങ്ങളായിരിക്കും, പക്ഷെ അവരുടെ ലൈഫിനെ ബാധിക്കുന്ന ഏതെങ്കിലും സാഹചര്യം വരും, അവർ രണ്ടുപേരും അവിടെ ഒന്നിക്കും. കാരണം എന്താ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അട്രാക്ഷൻ അവിടെ കിട്ടുന്നുണ്ട്. അവരെ ഇമോഷൻസ് ഒന്നാകുന്നുണ്ട്, അവരെ ബിഹേവിയർ ഒന്നാകുന്നുണ്ട്, അവരെ എക്സ്പീരിയൻസ് ഒന്നാകുന്നുണ്ട്. പക്ഷെ ഇതിനപ്പുറം നമ്മൾ കൂടുതൽ ചിന്തിച്ചു പോകുമ്പോൾ പറഞ്ഞതിലൊക്കെ പണി പാളുകയും ചെയ്യും. അതെ 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 അതാണ്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. രാവിലത്തെ മാമിനൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ചെറിയൊരു തിരക്കിലായി പോയി, അതാണ്. ആണോ? സാധാരണ ഞാൻ ആണോ? ഇന്നലെ ഞാൻ തന്നെ ഇന്നലെ 2 ദിവസമൊക്കെ ആയിട്ട് ഇപ്പൊ റൌഫ് സാറും ചെയ്യാന്ന് പറഞ്ഞു. പുള്ളിക്കാരനും ആ സമയത്ത് ഒരു മീറ്റിംഗിലായിപ്പോയി. ഞാൻ സാറിന്റെ ഒരു CBT കോഴ്സ് ചെയ്തതാ, ഓൺലൈന്. ആ, അതെ അതെ. ഓക്കെ ഓക്കെ, താങ്ക് യു. അതായത് നല്ല ക്ലാസ് ആയിരുന്നു, ബാക്കിയുള്ള ആളുകൾ ഇടപെട്ടോട്ടെ. ഓക്കെ ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് മാഡം. നല്ല നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഒരു താങ്ക്സ്. നാച്ചുറൽ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ഒത്തിരി കേൾക്കുന്നതാണ്, പക്ഷെ ഇതിപ്പോ ഒരു വേറൊരു തലത്തിലേക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡുമായിട്ട് കണക്ട് ചെയ്തത്. സോ ദാറ്റ്സ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ദാറ്റ് വാസ് ഗുഡ്. നമുക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി ആഴമായിട്ട് മനസ്സിലാക്കുന്നതും വളരെ നല്ലതാണ്. സോ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചിലത് സാധിച്ചെടുക്കാൻ പറ്റും, പക്ഷെ അത് പറ്റാത്ത ആൾക്കാർക്ക് അവരെ പറ്റി നമ്മൾ ചിന്തിക്കണമെന്നുള്ള ആ ഒരു ഇതും ഇതിന് ശരിക്കും ആ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്കുണ്ടെങ്കിലാണ് അത് നമുക്ക് സഫലമാക്കാൻ പറ്റുന്നതെന്നൊക്കെയുള്ള ആ ഒരു ഇമ്പോർട്ടൻസും ഒക്കെ പറഞ്ഞു തന്നു. സോ നമ്മൾ എല്ലാവരും ഇതിന്റെ ഒരു വലയത്തിലാണ് അട്രാക്ഷന്റെ. ബട്ട് യു നീഡ് ടു ഹാവ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് യു റിയലി സ്ട്രെസ് ദാറ്റ്. സോ താങ്ക് യു സോ മച്ച്. Congratulations, good session. Thank you, sir. Thank you, madam. Hello. എന്റെ വീഡിയോക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് സാരമില്ല, പ്രശ്നങ്ങളില്ല. രാവിലത്തെ സമയം എന്ന് പറയുമ്പോ ഒരു കൺജസ്റ്റഡാ, അതുകൊണ്ടാണ് അധികവും ഈ ലൈവ് ക്ലാസ്സിലേക്ക് കയറാൻ പറ്റാത്തത്. എനിക്കിഷ്ടമാണ് ക്ലാസ്സുകളൊക്കെ എന്തായാലും ഞാൻ ബസ്സിൽ 7 മണിയാകുമ്പോൾ ബസ്സിൽ കയറും. അപ്പം ഈ റെക്കോർഡഡ് ആയിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും ബസ്സിലിരുന്നിട്ട്. അധികം ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ട്. ഗുഡ് മോർണിംഗ് മാം. മാഡം, ഗുഡ് മോർണിംഗ്. വളരെ നല്ലൊരു ക്ലാസ് രാവിലെ തന്നെ കിട്ടി. മാം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നു. സെൽഫ് ലവിന്റെ പാർട്ടായിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ആവുന്നത്. അത് നമുക്ക് എത്രത്തോളം ഉണ്ടോ അതിന്റെ ഭാഗമായിട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ ഉള്ളത്. നമ്മുടെ ഈ വേൾഡ് തന്നെ നിലനിൽക്കുന്നത് അതിന്റെ പാർട്ടായിട്ടാന്നുള്ള രീതിയിൽ മാം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ജേക്കബ് സർ പറഞ്ഞോളൂ. ജേക്കബ് സർ, ഗോ ഹെഡ്. യെസ്, താങ്ക് യു സർ. മാമിന്റെ വീഡിയോ ഇല്ലെങ്കിലും അതിന്റെ ഒരു കുറവ് തോന്നിയില്ല, വളരെ നല്ലൊരു ഫ്ലോയിലായിരുന്നു. സാറ് പറഞ്ഞ പോലെ കേട്ടിരുന്നു, ഫുള്ള് ഒന്നിലേക്ക് കണക്ട് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ പോയി. എനിക്ക് ഈയിടെയാണ് ഈ വിഷയങ്ങളിലൊക്കെ ഒരു ഗാധമായ ഒരു ഇറക്കം കിട്ടിയത്. ഈ നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന വേർഡ്സ് ആണെങ്കിലും റിലേറ്റ് ചെയ്ത് നമ്മൾ ലൈഫിൽ അതിനെ കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പം അതുകൊണ്ട് ഒത്തിരി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി മാമിന്റെ ആ ഒരു ഫ്ലോ ഓഫ് വേർഡ്സ്. രാവിലെ ഇത് കേൾക്കുമ്പം വളരെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് തോന്നേണ്ട നിമിഷങ്ങൾ എന്നൊക്കെയുള്ള നമ്മുടെ ഈ ഒരു പ്രഭാത നിമിഷങ്ങളാണല്ലോ. വളരെ നന്നായിരുന്നു, താങ്ക് യു. ഓരോ പ്രഭാതവും നമുക്ക് ഓരോ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് സർ, അല്ലെ? ഓരോ പ്രഭാതവും തീർച്ചയായും ഓരോ ദിവസവും ഓരോ പുതിയ താളാണല്ലോ നമ്മുടെ ജീവിതത്തിൽ. അത് കിട്ടും. ഗ്രാറ്റിറ്റ്യൂഡോടെ തുടങ്ങാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. താങ്ക് യു മാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്.
നല്ല സെഷനായിരുന്നു. എനിക്ക് മാം പറഞ്ഞതില് ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി പറഞ്ഞത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം നമ്മൾ പൊതുവിൽ പറയാറുണ്ടല്ലോ, കണ്ണില്ലെങ്കിൽ അതിന്റെ വില അറിയൂ എന്ന് പറയുന്ന പോലെ അതെ അതെ നമുക്കെല്ലാം ചെയ്യാൻ കഴിയുമ്പോൾ നമുക്കത് അത്ര വലിയ ഒരു അനുഗ്രഹമായിട്ട് തോന്നില്ല. അതേസമയം അത് കഴിയാത്ത ആളുകളെ നോക്കുമ്പോഴാണ്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇരിക്കുന്ന കസേരയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണം എന്ന് ആഗ്രഹമുള്ള എന്നാൽ പറ്റാത്ത ആളുകളുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പൊ അവരെ നോക്കുമ്പോഴാണ് നമുക്ക് എത്രത്തോളം അനുഗ്രഹം ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. അതെ. തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം ഓരോ കാര്യത്തിനും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നുണ്ട്. നമുക്ക് വലിയ ടാസ്ക്കാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് പോയാൽ അല്ലെങ്കിൽ ഒന്ന് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പലരും ചെയ്യാൻ പറ്റൂല എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. അത് ചെയ്യാൻ നമുക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, മാനസികമായിട്ട് പ്രാപ്തി വരാത്തതുകൊണ്ട്, മാനസികമായിട്ട് അട്രാക്ഷൻ വരാത്തത് കൊണ്ടാണ്. മാനസികമായിട്ട് അട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്ന കുറെ കാര്യങ്ങൾ, ഈവൻ ഒരു വീട് പോലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ആളുകൾ ചില സമയത്ത് അത് അവരെ മാനസികമായിട്ട് അവർക്ക് ഒരുങ്ങാത്തത് കൊണ്ടാണ്, അവർക്ക് പറ്റാത്തത് കൊണ്ടല്ല. അപ്പം പറ്റാതെ, ശാരീരികമായിട്ട് പറ്റാത്ത ആളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമേ അവർക്ക് അതിനുള്ള കഴിവുണ്ട്, ഞാനിത് ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. താങ്ക് യു മാം. താങ്ക് യു മാം. സുനീറ മാം നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. അങ്ങനെ കേട്ടിരുന്നു പോയി സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തി. ശരിക്കും ഭയങ്കര പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ ഗ്രാറ്റിറ്റ്യൂഡ്. പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ അത് മറന്നു പോകും. ഇപ്പൊ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാനും ചെയ്യാനും ഒക്കെ നമ്മൾ മറന്നു പോകും അല്ലേ. കാരണം നമ്മൾക്ക് അത് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പൊ നമ്മളത് അതെ അതെ മറക്കും. അതെ. ആ ഇല്ലാണ്ടാവും. ഈവൻ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം എന്നാണല്ലോ. അതെ അതെ. നമുക്കത് ചില കുടിക്കാൻ സമയത്ത് പറ്റുന്നുണ്ട്. അതെ. ചില സമയത്ത് ഒരു തലവേദന വരുമ്പോ, ഇപ്പൊ എനിക്കൊക്കെ മൈഗ്രെയിൻ ഉണ്ട്. അപ്പൊ ആ ഒരു മൈഗ്രെയിൻ ഒക്കെ വരുന്ന സമയത്താണ് നമ്മൾ വിചാരിക്കുക, അയ്യോ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇരുന്ന സമയത്ത്, ആ സമയത്ത് നമുക്ക് പലതും ചെയ്യാൻ തോന്നും. പക്ഷെ അതെ അതെ പറ്റില്ല. അതെ അതെ അതെ, ശരിയാണത്. അതിന്റെ നമ്മള് ആ മനസ്സിലാവും. ഒരു വേദന അതെ വരുമ്പോഴാണ് നമ്മൾ ആ ഒരു ബോഡി പാർട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും. അതെ അതെ ആ അതെ, നമ്മളിപ്പോ കൈക്ക് എന്തെങ്കിലും പറ്റുമ്പോഴാണ്, കൈകൊണ്ടൊന്നും ചെയ്യാതിരിക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ, ഓ ഈ കൈ നേരെ ആയിരുന്നെങ്കിൽ, അല്ലെ, ഈ കൈക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നോ നമ്മൾ ചിന്തിക്കാം. ചെറിയൊരു മുറിവ് പോലും വന്നാ മതി, അപ്പോഴായിരിക്കും നമുക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോഴായിരിക്കും അതിന്റെ ഒരു ഇത് മനസ്സിലാക്കുക. അതെ എപ്പോഴും അതെ. ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് ഇരിക്കാന്നുള്ളത് നല്ലൊരു മെസ്സേജ് തന്നെയാണ്. താങ്ക് യു മാം. താങ്ക് യു താങ്ക് യു. നമ്മളെ ചന്ദ്ര മാം കുറെ ആയിട്ട് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? മാം ഉണ്ടല്ലോ. ആ, ഇന്നുണ്ടല്ലേ ആ ഉണ്ട്. മാം? പറയൂ, എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയൂ. അല്ല സർ, ഫാമിലി മക്കളുടെ മാരേജും ഇതൊക്കെ ആയിട്ട് ഞാൻ ഓൾറെഡി നമ്മള് പല ഗ്രൂപ്പില് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സജിൻ മാമിനെ അറിയിച്ചിരുന്നു. ഇപ്പോഴും എനിക്ക് ഫുള്ളി കോൺസെൻട്രേഷൻ വന്നിട്ടില്ല. ഇപ്പോഴും മൈൻഡ്, ഇപ്പൊ ഞാൻ കേൾക്കുന്നുണ്ട്, ഒരുപാട് മൈൻഡ് വാണ്ടറിങ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങൾ മാത്രം മനസ്സിലാവുന്നുണ്ട്. സോ ഞാൻ അതുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്യാത്തത് സർ. എനിവേ സർ ഉള്ളത് കൊണ്ട് കണക്ട് ചെയ്ത് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എല്ലാവരുടെയും റെസ്പോൺസ് കേട്ടോണ്ടിരിക്കുക. ഡെഫിനറ്റ്ലി സർ, ഷോർട്ട്ലി ഞാൻ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വാണ്ടറിങ് ആണ്. താങ്ക് യു സർ. എനിവേ സമീര, ഞാൻ കേട്ടു, ചില കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ ഡെഫിനറ്റ്ലി റെക്കോർഡിംഗ് ഒന്ന് കേട്ടിട്ട് ഐ ജസ്റ്റ് റെസ്പോണ്ട്. താങ്ക് യു. ഇറ്റ് വാസ് എ നൈസ് ക്ലാസ്. കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു. പിന്നെ പലരും ഇവിടെ വേർഡ്സ് പറഞ്ഞു, അത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ വേർഡ് കേട്ടു. പിന്നെ എനിക്ക് ചെറുതായിട്ട് ഓർമ്മ വന്നത്, ഞാൻ സ്കൂൾ ലെവലിൽ പഠിച്ച ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ഓർമ്മ വന്നു. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇപ്പോ റീകളക്ട് ചെയ്യാൻ പറ്റി. എനിവേ നൈസ് സെഷൻ.
It's not that easy to take sessions. I appreciate that of yours, ma'am. Thank you. താങ്ക് യു മാഡം. ഇനി ആർക്കും പറയാനില്ലെങ്കിൽ നമുക്ക് എന്നാ വൈൻഡപ്പ് ചെയ്യാലേ. അതിന്റെ ചെയ്യാൻ തിരക്കിലേക്കാണ് എല്ലാവരും. താങ്ക് യു മാം. താങ്ക് യു ഓൾ. Thank you. Thank you. Wishing everyone a day full of gratitude. Thank you. A good day to all. Thank you, ma'am.